സ്വർഗമാകണം. കുടുംബം സ്വർഗമാകണമെങ്കിൽ 7 തൂണുകളിൽ കുടുംബം പണിയപ്പെടണം. രണ്ടാം ഭാഗത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 7 കുടുംബങ്ങളിൽ 7 തൂണുകളിൽ കുടുംബം പണിയണം. ഒന്നാമത്തെ തൂണ് സ്വാതന്ത്ര്യം. കുടുംബത്തിൽ സ്വാതന്ത്ര്യം വേണം. ഉൽപ്പത്തി 2:25 പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. പുരുഷനും സ്ത്രീയും നഗ്നരാണ്, ലജ്ജ തോന്നിയില്ല. പഴയ നിയമത്തിൽ നഗ്നത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, മാതാപിതാക്കളെ ഒളിക്കാൻ മക്കൾക്കൊന്നുമില്ല. പരിപൂർണ സ്വാതന്ത്ര്യം. ഒളിഞ്ഞ കാശിടപാടില്ല, ഒളിഞ്ഞ കത്തടപാടില്ല, ഒളിഞ്ഞ സുഹൃത്ബന്ധമില്ല. നേരെ വാ നേരെ പോ. ഇതാണ് പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുക. ദാവീദ് രാജാവ് വാഗ്ദാന പേടകം ശിരസിൽ വഹിച്ച് യോർദാൻ്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ദാവീദ് തുണിയിരിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി. ദൈവത്തിന് മുമ്പിലെ ദാവീദിൻ്റെ സ്വാതന്ത്ര്യം. ചില കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം. 1ാം ക്ലാസ് വിട്ട് വരുന്ന ആൺകുട്ടി അമ്മയുടെ തലവട്ടം കാണുമ്പോൾ ട്രൗസർ ഊരി തോളയിലിട്ട് കൂവിക്കൊണ്ട് ഓടുന്ന കാണാം. അമ്മയുടെ മുമ്പിലുള്ള കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. ഓരോ മുറിയിൽ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊന്നരിങ്ങാണം മാത്രം വിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞിച്ച് ചേർക്ക നാണമില്ലേ? ഒരച്ഛൻ വന്ന് കണ്ടില്ലേ? അകത്ത് പോയി എന്നിട്ട് ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലരടി ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. കുടുംബത്തിൽ ഈ സ്വാതന്ത്ര്യം വേണം. ഒരു മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെങ്ങളോടുള്ള സ്വാതന്ത്ര്യം ഭാര്യ ഭർത്താവിന് അനുവദിച്ചു കൊടുക്കണം. ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോടുള്ള സ്വാതന്ത്ര്യം ഭർത്താവ് ഭാര്യയ്ക്ക് അനുവദിച്ചു കൊടുക്കണം. എന്തുവേതും പറയാനുള്ള സ്വാതന്ത്ര്യം. ചില ആണുങ്ങൾ പറയും, അച്ഛോ ഈ കാര്യം അച്ഛന് എൻ്റെ ഭാര്യയോട് പറയാവോ? ഞാൻ പറഞ്ഞാൽ അവൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ചില പെണ്ണുങ്ങൾ ഈ കാര്യം അച്ഛന് കെട്ടിയവനോട് പറയാവോ? ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നറിയത്തില്ല. എന്തുവേതും പറയാനുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ വേണം. അത് കുടുംബത്തെ സ്വർഗമാക്കും. 1 സ്വാതന്ത്ര്യം. 2 സുരക്ഷിതത്വം. കുടുംബത്തിൽ സുരക്ഷിതത്വ ബോധം കൊടുക്കണം. എന്താ സുരക്ഷിതത്വം? സ്വന്തമായൊരു വീട്, ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം, കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. ഇത്രയും കാര്യം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് മറക്കാൻ പറ്റിയല്ല. ഭർത്താവിൻ്റെയും മക്കളുടെയും തുണി വൃത്തിയായി അരക്കി കൊടുക്കുന്നു, രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു, അവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു, പണം നോക്കിയും കണ്ടും ചെലവഴിക്കുന്ന ഭാര്യ. അവൾ കൊടുക്കുന്നതും സുരക്ഷിതത്വ ബോധമാണ്. ഈ സുരക്ഷിതത്വത്തിന് ബൈബിൾ വിളിക്കുന്ന വാക്കാണ് മഹാരഹസ്യം. പൗലോസ് അപ്പോസ്തലൻ എഫേസൂസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ 22 മുതൽ വാക്യങ്ങളിൽ പറയും, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ നിമ്മ രണ്ടല്ല ഒന്നാകുന്നു. ഇതൊരു മഹാരഹസ്യമാകുന്നു. ഒരു പള്ളിയിൽ അത്താഴ ശുശ്രൂഷി വിഭാഗത്തിന് ഈ ഭാഗം വായിച്ചു. അല്പം സ്പീഡ് കൂടിപ്പോയി, ശ്രദ്ധ കുറഞ്ഞു പോയി. അവൻ വായിച്ചതിങ്ങനെയാണ്, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ നിമ്മ രണ്ടല്ല ഒന്നാകുന്നു. ഇതൊരു മഹാരസമാകുന്നു. രഹസ്യത്തിൻ്റെ കാ വിട്ടുപോയി. ഇത് രഹസ്യമാണ്, രസവുമാണ്. 25 വയസ്സുള്ള പെണ്ണിനെ കെട്ടിച്ചു വിടുന്നു. അവൾ തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയും, അപ്പാ അമ്മേ അവിടെ പോയാലും തിങ്കൾ ചൊവ്വ ബുധൻ അവിടെ, വ്യാഴം വെള്ളി ശനി ഇവിടെ. വ്യാഴാഴ്ച രാവിലെ വരുന്ന അവൾ ഉച്ചയാകുമ്പം കൂട്ടിലടിച്ച വെരികിനെ പോലെ ഓടാൻ തുടങ്ങും. ഇനി ഇവിടെ അല്ലേടി നിൽക്കാൻ പറ്റുമോ? അവിടെ ചെന്നപ്പോൾ പ്രശ്നം പിടികിട്ടിയത്. ഷീറ്റ് ഞാത്തിയിട്ടിരിക്കുന്നു, ഒട്ടുപാല് തൂക്കിയിട്ടിരിക്കുന്നു, കൊപ്ര വെട്ടിയിട്ടിരിക്കുന്നു, അടയ്ക്ക അടത്തിയിട്ടിരിക്കുന്നു. പോകാതിരിക്കാൻ പറ്റിയല്ല. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ നെന്നെ എടുത്തുകൊണ്ട് പോകണം, അപ്പൻ്റെ കിണ്ടി പൊക്കിക്കൊണ്ട് പോകണോ, നടവാക്കിലെ സാക്ഷ പറിച്ചുകൊണ്ട് പോകണോ, അമ്മയുടെ കമ്മലെടുത്തുകൊണ്ട് പോകണോ. അവക്കറിയാം ഇതൊരു മഹാരസം, ഒരു മഹാരഹസ്യം. സുരക്ഷിതത്വ ബോധം കൊടുക്കുക. അതിന് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഒരിക്കലും ഭർത്താവിൻ്റെ കുറ്റം ഒരു സ്ത്രീ വേറെ ആരോടും പറയല്ലേ. ഭാര്യയുടെ കുറ്റം മറ്റു പുരുഷന്മാരോട് പറയല്ലേ. ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ താത്തി കെട്ടി മോശക്കാരനായിട്ട് ഭാര്യ പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മുറി കയറി പറയാം. ഒരിക്കലും മക്കളുടെ കേക്ക് ഭർത്താവിനെ കൊച്ചാക്കരുത്. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ കേക്ക് ഭാര്യയെ ചെറുതാക്കരുത്. ഒറ്റയ്ക്ക് പറയാം.
പരസ്യമായിട്ട് പറയുമ്പം നല്ലതേ പറയാവൂ. ഭാര്യയുടെ ബന്ധക്കാരെ മോശപ്പെടുത്തരുത്, ഭർത്താവിൻ്റെ ബന്ധുക്കളെ മോശപ്പെടുത്തരുത്. ഇതൊക്കെ സുരക്ഷിതത്വ ബോധത്തിൻ്റെ ഭാഗമാണ്. അരിശം വരുന്ന ഭാര്യ കെട്ടിയവനോട് പറയുക, താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാകത്തേ ഉള്ളൂ. കെട്ടിയൻ, ഓ ചത്താൻ ഈ വേറെ തന്നെ കെട്ടാമായിരുന്നു. ഇതുകൂടി വാക്കുകളൊന്നും പറയല്ല. സുരക്ഷിതത്വ ബോധം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അതിൻ്റെ ഒരു ഭാഗമാണ് പേരിനോട് ചേർത്ത് കുട്ടാ കുട്ടാന്ന് വിളിക്കണം ഭർത്താവിനെ, ഭാര്യയെ മോളെ മോളെ എന്ന് വിളിക്കണം. ഇത് സുരക്ഷിതത്വ ബോധമാണ്. ഭർത്താവിൻ്റെ ടോമാണോ ടോം കുട്ടാ, ജെറിയാണോ ജെറി കുട്ടാ, ജോസാണോ ജോസ് കുട്ടാ, കുട്ടാന്ന് പറയണം. വെറുതെ കുട്ടാ കുട്ടാന്ന് വിളിച്ചാൽ പന്നിക്കുട്ടനെ വിളിക്കുന്ന പോലെ ഇരിക്കും. പേരിനോട് ചേർത്ത് കുട്ടാന്ന് വിളിക്കണം. അതുപോലെ മിടുക്കരാണുങ്ങൾ ഭാര്യയെ നേടാൻ ആഗ്രഹിക്കുന്നു, വയസ്സ് എത്രയായാലും പേരിനോട് ചേർത്ത് മോളെ മോളെ എന്ന് വിളിക്കണം. ജെസ്സിയാണോ ജെസ്സി മോളെ, ടെസ്സിയാണോ ടെസ്സി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലൂസിയാണോ ലൂസി മോളെ, മോളിയാണോ മോളുടെ മോളെ, അങ്ങനെ വിളിക്കുക. അത് പെണ്ണുങ്ങൾക്ക് സന്തോഷമാണ്. ഒരു സ്ഥലത്ത് ഞാനിത് പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു ധ്യാനവും കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവ് എന്നെ മോളെ മോളെ എന്ന് വിളിക്കും. പക്ഷെ അച്ഛോ ആരംഭത്തിൽ വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് ഈ മോളെ എന്നുള്ള വിളി വരിക. സുരക്ഷിത ബോധം നഷ്ടപ്പെടുന്ന വാക്കുകൾ ഒരിക്കലും പറയരുത്. പരസ്പരം സെക്യൂരിറ്റി കൊടുക്കുക. 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം. കുടുംബത്തിൽ സാമീപ്യം കൊടുക്കണം. ദമ്പതികൾക്കിടയിൽ 3 സാമീപ്യങ്ങൾ കൊടുക്കാൻ മറക്കരുത്. 1 ശാരീരിക സാമീപ്യം, 2 മാനസിക സാമീപ്യം, 3 ആത്മീയ സാമീപ്യം. എന്താ ശാരീരിക സാമീപ്യം? ഓരോ ദിവസവും 15 മിനിറ്റെങ്കിലും അടുത്തിരുന്ന് വർത്തമാനം പറയണം. ഒരിക്കലും പിണങ്ങി പരിഭവിച്ച് 2 മുറികളിൽ കിടക്കാൻ പോകരുത്. അടുത്തിരിക്കുക, അടുത്തായിരിക്കുക. 2 മാനസിക സാമീപ്യം. ഭർത്താവിനെ മനസ്സിൽ ഭാര്യ ഓർക്കുക, ഭാര്യയെ മനസ്സിൽ ഭർത്താവ് ഓർക്കുക. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവല്ല വന്നത്, ഇഷ്ടപ്പെട്ട ഭാര്യയല്ല കിട്ടിയത്, എങ്കിലും ഒരിക്കൽ കല്യാണം കഴിച്ചോ ആളുടെ മുഖം ഓർക്കുക. പെണ്ണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ മെയ്യഴക്, മോഹൻലാലിൻ്റെ ദേഹചലനം, ജയറാമിൻ്റെ പമ്മൽ, പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ, ഇതൊക്കെ വേണം. കിട്ടിയത് ഒട്ടും പൊരുത്തപ്പെടാത്തയാൾ, വേറൊരാളെ ഓർക്കരുത്, കിട്ടിയ ആളെ കൊണ്ട് സന്തോഷിക്കണം. ആണുങ്ങളുടെ ഈ സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ വണ്ണം, 90കളിലെ ദിവ്യ ഉണ്ണിയുടെ പെടലി, 2000-ലെ കാവ്യമാധവൻ്റെ കണ്ണ്, 2010-ലെ സമൃദ്ധാസിൻ്റെ കോമ്പല്ല്, ഇതായിരിക്കണം എൻ്റെ പെണ്ണ്. പക്ഷെ കിട്ടിയതോ ചാളമേരിയെ പോലെ ഒരെണ്ണം. ആരെ കിട്ടിയാലും കിട്ടിയ ആളെ കൊണ്ട് സന്തോഷിക്കണം, ആളെ സ്നേഹിക്കണം. ഇതാണ് മാനസിക സാമീപ്യം. 1 ശാരീരിക സാമീപ്യം, 2 മാനസിക സാമീപ്യം, 3 ആത്മീയ സാമീപ്യം. ഒരുമിച്ച് ഞായറാഴ്ച ആരാധനയ്ക്ക് പള്ളിയിൽ പോകണം, ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന എത്തിക്കണം, ഒരുമിച്ച് സത്യവേദപുസ്തകം വായിക്കണം, ഒരുമിച്ച് നിങ്ങളുടെ പട്ടക്കാർ ക്രമീകരിക്കുന്ന ആത്മീയ ശുശ്രൂഷയിൽ സഭയോടും പട്ടക്കാരോടും മേൽപ്പട്ടക്കാരോടും ചേർന്ന് നിൽക്കണം. ഇത് ആത്മീയ സാമീപ്യം. ഈ 3 സാമീപ്യം കൊടുക്കുമ്പോൾ ദമ്പതിമാരുടെ ദേഹത്തു നിന്നും ഒരു തരംഗം ഉയരും. ആ തരംഗത്തിൻ്റെ പേരാണ് ടെലപ്പതി. അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ടെലപ്പതി. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തലവേദനയും പനിയും വന്നു. എൻ്റെ അമ്മയുടെ കത്ത്, മോന് വല്ല ക്ഷീണമാണോ, അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും 100 മൈൽ അകലെയിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെലപ്പതി. ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട ഭാര്യ വീണ് മരിക്കുന്നു, ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് വീണ് മരിക്കുന്നു. അത് ടെലപ്പതി. ടെലപ്പതി. ഒന്ന് ഓർത്ത് നോക്കുക. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിൽ നാരകത്തിന് മുള്ളുകൊള്ളുന്നു. കൈ കെട്ടിയെന്ന് പറയുമോ? ഒരുപാടടുത്ത് പോകുന്ന കാലല്ലേ, കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ. മുള്ളു മാത്രമല്ല, മുള്ളാണിയും കുത്തി കീറട്ടെ. കാലെ മുള്ളു കൊണ്ടോ കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു വരും. ഇതുപോലെ ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ ഭാര്യയോ, ഭാര്യയ്ക്ക് മനപ്രയാസം വരുമ്പോൾ ഭർത്താവ് പറയല്ലേ, നേരട്ടെ, അങ്ങനെ നേരട്ടെ, നീറ്റിക്കാക്കാ പോലെ നേരട്ടെ, എന്നെ നാറ്റിയെ നിന്നെ നീറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. ഒരിക്കലും പറയാൻ പറ്റുകയില്ലല്ലോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയ ഗാന്ധി. രാജീവ് ഗാന്ധി സ്ത്രീ പെരുമ്പത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജനപത്രത്തോടിരുന്ന സോണിയ അന്നത്തെ രാജീവിൻ്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ രാജീവിന് എന്ത് പറ്റി?
അരമണിക്കൂർ കഴിഞ്ഞ ലോക വാർത്താ മാധ്യമങ്ങൾ രാജീവിൻ്റെ വധവാർത്ത ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷെ സോണിയയ്ക്ക് മനസ്സിലായി രാജീവിനെന്തോ സംഭവിച്ചു. ഇതാണ് ടെലപ്പതി എന്ന് പറയുക. ദമ്പതിമാർക്കിടയിൽ ടെലപ്പതി വേണം. ജോലി ചെയ്യുന്ന ഭർത്താവിന് തോന്നുന്നു വെറുതെ വീട്ടിലൊന്ന് പോകണം. ചെല്ലുമ്പോൾ ഭാര്യ തലവേദന കൊണ്ട് പിടയുന്നു. ഭർത്താവിനുണ്ടായ തോന്നൽ ടെലപ്പതി. യാത്ര പോയ ഭാര്യയ്ക്കും തിരിച്ച് വീട്ടിൽ ചെല്ലണം. ചെല്ലുമ്പോൾ ഭർത്താവ് നെഞ്ചുവേദന കൊണ്ട് പിടയുന്നു. ഭാര്യയ്ക്കുണ്ടായ തോന്നൽ ടെലപ്പതി. ഇതുണ്ടാകണം. ശാരീരിക, മാനസിക, ആത്മീയ സാമീപ്യം കൊടുത്ത് കുടുംബത്തെ ബലപ്പെടുത്തുക. 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സംതൃപ്തി. കുടുംബത്തിൽ സംതൃപ്തി വേണം. എന്താ സംതൃപ്തി? സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഭർത്താവിനോട് ഭാര്യ പറയണം, ഭാര്യയോട് ഭർത്താവ് പറയണം. പറയാതെ പിന്നെ പറയാമെന്നോർത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കാൻ പോയോ പിന്നീട് ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ചൂടാവും. ചില പെണ്ണുങ്ങൾ കുടുംബത്തിൽ ചെറിയ കാര്യം പറയുമ്പോൾ വല്ലാതെ അരിശപ്പെടും. കെട്ടിയൻ ചോദിക്കും, എന്തിനാണ് ഇത് ഇത്രയും കുഞ്ഞു കാര്യത്തിന് അരിശപ്പെടുന്നത്? കുഞ്ഞു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ. ജില്ലാ സമ്മേളനം ഇവിടെ കിടപ്പുണ്ട്, ഒരെണ്ണം വരുമ്പം മൊത്തം കുടഞ്ഞിടുന്നതാണ്. 5 സമർപ്പണം. 3 സമർപ്പണങ്ങൾ ദമ്പതികൾ നടത്തണം. ശാരീരിക സമർപ്പണം, സാമ്പത്തിക സമർപ്പണം, ആത്മീയ സമർപ്പണം. എന്താ ശാരീരിക സമർപ്പണം? ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഒരു സ്ത്രീ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം സ്വന്തം ശരീരം വിട്ടുകൊടുക്കണം. ഏകപക്ഷീയമായി ഭർത്താവിൽ നിന്നും ശാരീരിക മേഖലയിൽ ഒരു സ്ത്രീ അകൽച്ച പാലിക്കരുത്. അന്തസ്സുള്ള ഭർത്താവ് ഒരിക്കലും ഒരു സ്ത്രീയെ ബ്ലൂ ഫിലിം കാണാൻ നിർബന്ധിക്കരുത്. അവൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പ്രേരിപ്പിക്കരുത്. മാന്യത ഉണ്ടാവുക. 2 സാമ്പത്തിക സമർപ്പണം. എന്താ സാമ്പത്തിക സമർപ്പണം? ഭാര്യ അറിയാത്ത 100 രൂപയുടെ ബാധ്യത പോലും ഭർത്താവിനുണ്ടായിരിക്കരുത്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഭാര്യ അറിയണം. മിച്ചമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാര്യ അറിയണം. ചില ആൾക്കാരിങ്ങനെ രാജകുമാരന്മാരെ പോലെ നടക്കും. വണ്ടിയെ പടുത്തി മരിച്ചു കഴിയുമ്പോഴാണ് ഭാര്യയും മക്കളും തെരുവിൽ. ഊഹക്കച്ചവടമാണ്, കടം മേടിച്ച് നടത്തിയ ബിസിനസ്സുകളാണ്. ആരോഗ്യമുള്ളപ്പോൾ സാമ്പത്തിക സ്ഥിതി കൃത്യമായി ഭാര്യ അറിയിക്കണം. അതുപോലെ വീട് നോക്കുന്ന ഭർത്താവാണോ, ആ ഭർത്താവിനെ ഒളിക്കുന്ന ഒരു കാശിടപാടും ഒരു ഭാര്യ നടത്തരുത്. വീട് നോക്കാത്തവനും കുടിച്ച് ഭൂസാകുന്നവനും ഉഴപ്പനും ധൂർത്തനുമാണോ, അവൻ ഭൂസായി കിടക്കുമ്പോൾ എന്തെല്ലാം അടിച്ചു മാറ്റാവോ അതെടുത്ത് മാറ്റിക്കണം. അത് ഇന്ന് രാത്രി മുതൽ തന്നെ ആരംഭിക്കുക, ഇല്ലെങ്കിൽ കുടുംബം തകർന്നു പോകും. സാമ്പത്തിക സമർപ്പണം. 3 ആത്മീയ സമർപ്പണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കണം, ഒരുമിച്ച് ദേവാലയവുമായി ബന്ധപ്പെട്ട് പോകണം, ഒരുമിച്ച് വേദപുസ്തകം വായിക്കണം. ഇതാണ് ആത്മീയ സമർപ്പണം. അപ്പോൾ സമർപ്പണം. 6 സമാധാനം. ഇപ്പോൾ 1 നമ്മൾ കണ്ടു, കുടുംബത്തിൽ സ്വാതന്ത്ര്യം. 2 സുരക്ഷിതത്വം. 3 സാമീപ്യം. 4 സംതൃപ്തി. 5 സമർപ്പണം. 6 സമാധാനം. കുടുംബത്തിൽ സമാധാനം വേണം. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്നറിയപ്പെടും. സമാധാനം സ്ഥാപിക്കണം. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ ദൈവമക്കളെന്നറിയപ്പെടും. ഒരു കാരണവശാലും ഭർത്താവിൻ്റെ മനസ്സമാധാനം ഭാര്യ നശിപ്പിക്കരുത്. ഭാര്യയുടെ മനസ്സമാധാനം ഭർത്താവ് നശിപ്പിക്കരുത്. ഉദാഹരണം, ഭർത്താവിൻ്റെ വീട്ടിൽ ആരോടെങ്കിലും ഭാര്യ പിണക്കത്തിലാണെങ്കിൽ അവൾ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, സമാധാനം നശിപ്പിക്കുന്നു. ഭാര്യയുടെ വീട്ടുകാരിൽ ആരോടെങ്കിലും ഭർത്താവ് പിണങ്ങിയിരുന്നാൽ അവൻ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, സമാധാനം തകർക്കുന്നു. സമാധാനം സ്ഥാപിക്കുക. പണ്ട് അമ്മായിയമ്മ മരുമകൾ ബഹളമായിരുന്നു കുടുംബത്തിലെ പ്രശ്നം. അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങൾ കുടുംബത്തിലെ പ്രശ്നം. മൂത്തവൻ കെട്ടിയത് സീതനം കുറഞ്ഞയാൾ, ഭംഗി കുറഞ്ഞയാൾ, അമ്മയ്ക്ക് ഇഷ്ടമില്ല. ഇളയവൾ തൊലി വെളുത്തവൾ, തമ്മിൽ അമ്മയ്ക്ക് ഇഷ്ടം കൂടുതൽ. അമ്മ ഇളയ മോളയും കൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന കണ്ടാൽ തോന്നും ഏതോ കാവൽമാലാകെ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണമെന്നല്ല. തിരിച്ച് വ്യത്യാസം കാണിക്കാൻ തള്ളമാരുണ്ട്. ചില മരുമകളുമാരുണ്ട് പ്രശ്നം. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നു, 6 മാസം കഴിഞ്ഞ് രാത്രി 11 മണിക്ക് വട്ടം കെട്ടിപ്പിടിച്ച് പുതപ്പിന് കീഴെ കിടന്ന് ഉറങ്ങുമ്പോൾ അവൾ ഭർത്താവിന് ചെവി ചെന്ന് തവള കാറാൻ തുടങ്ങുന്നു. കാട്ടാക്കട പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ തവള കാറുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് തവള കാറുക? മേക്രോ മേക്രോ ക്രോ മേക്രോ മേക്രോ ക്രോ. ചില പെണ്ണുങ്ങൾ 6-ാം മാസം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് രാത്രി 11 ചെവി ചെന്ന് തവള കാറും. എന്താ കാറുക? ചേട്ടാ വേറെ വാം
മേക്രോ മേക്രോ ക്രോ, ഇപ്പം പാം ഉടനെ പാം മാറിപ്പാം വേറെ പാം മേക്രോ മേക്രോ ക്രോ. ചില കുടുംബങ്ങളുണ്ട് ഇങ്ങനെ. ഇന്ന് അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങൾ കുറവാണ്. കാരണം മരുമകൾ അബുദാബിയിലും അമ്മായിയമ്മ കാട്ടാക്കടയിലുമാണെങ്കിൽ എങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പറ്റും? ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ചില മരുമകളുമാർ വാശി തീർക്കുന്നത്. ടി വിയിൽ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ ശ്രോതാക്കൾ എന്നെ നോക്കി നിൽക്കുന്നു. അല്പം കഴിഞ്ഞ് മേശപ്പുറത്തെ ഫോൺ അടിച്ചു. ഹലോ ഹലോ, ആരാണിത്? ഉഷ. എവിടുന്നാ ഉഷ ആൻറ്റി? അബുദാബിയിൽ നിന്ന്. എന്നാണ്ട് വിശേഷം? കൊട്ടാരക്കരയിൽ എൻ്റെ അമ്മായിയമ്മയുടെ 75ാം ബർത്ത്ഡേ ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. പ്രിയ ശ്രോതാക്കളെ, കൊട്ടാരക്കരത്തെ അമ്മായിമ്മയ്ക്ക് വേണ്ടി അബുദാബിയിലെ ഉഷ ആൻറ്റി എന്ന മരുമകൾ ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഏത് പാട്ടാണ് ആൻറ്റി വെക്കേണ്ടത്? രാക്ഷസി രാക്ഷസി, ഇതാണ് വെക്കേണ്ടത്. സമാധാനം നമുക്ക് എങ്ങനെയും തകർക്കാൻ പറ്റും. കേരള പോലീസിലെ ഉന്നതരായ ഒരു ഹൈന്ദവ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ജോസഫ് അച്ഛൻ എന്തൊരു ഭാഗ്യവാനാ, അച്ഛന് പ്രസംഗിച്ച് നടന്നാൽ പോരെ. എൻ്റെ കാര്യം ഓർത്തെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സകല കീഴുദ്യോഗസ്ഥന്മാരും എനിക്ക് സല്യൂട്ട് അടിക്കും. വൈകിട്ട് 5 കഴിഞ്ഞാൽ തൊപ്പിയൂരി തലയും കുത്തി എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഞാൻ സല്യൂട്ട് കൊടുക്കണം. എൻ്റെ അച്ഛ വലത്തുകാലിൽ അമ്മ, ഇടതുകാലിൽ ഭാര്യ, കാല് കീറിയെന്ന് കേട്ടാൽ അച്ഛനൊന്ന് കാണാൻ വന്നേക്കണം. കഴിഞ്ഞ മാസം ഓഫീസിൽ നിന്ന് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ വീർപ്പിച്ച മുഖമായിട്ട് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയമ്മേ? എന്നാ പറ്റാനാടാ, കള്ളന്മാർക്കിടും തെമ്മാടിക്കിടും പെരുകുന്ന ഇരുമ്പ് പോലെ തഴമ്പുള്ള നിൻ്റെ കൈ കൊണ്ട് നിൻ്റെ ഭാര്യയ്ക്കിട്ട് ഒന്ന് കൊടുക്കണം. എടാ, കാച്ചെണ്ണ കുഴമ്പ്, ഗുളിക, മരുന്ന്, തുണികൾക്ക് ഇതിലൊന്നിലും അവൾക്കൊരു ശ്രദ്ധയില്ല. ഞാൻ പറഞ്ഞ, അമ്മേ ഇന്ന് അവൾക്കൊരു കൊടുത്തിട്ട് കാര്യം അമ്മ കേട്ടോളാൻ പറഞ്ഞു. അമ്മ സാരി ചരിച്ച് കുത്തി എലിക്ക് കൈ കൊടുത്ത് പിറ്റേ ചാരി ചെവിയും കൂർപ്പിച്ച് തന്നു. ഞാൻ കിടക്കുന്ന മുറിയിലോട് കയറിയച്ചാൽ വാതിലിൻ്റെ വിരി വലിച്ചിട്ടു. അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്ഥലത്തിൽ ഭാര്യയ്ക്ക് കാണാവുന്ന വിധത്തിൽ മംഗളം മനോരമ ഭാര്യയെ എടുത്ത് മെത്തയ്ക്കിട്ട് കുത്തിക്കോട് ചോദിച്ചു, എൻ്റെ അമ്മയ്ക്ക് എണ്ണ, കുഴമ്പ്, ഗുളിക, മരുന്ന് കൊടുക്കാവടി കൊടുക്കാവടി കൊടുക്കാവടി. അവൾ പറഞ്ഞു, തല്ലല്ലേ ചേട്ടാ, കൊല്ലല്ലേ ചേട്ടാ, കൊടുക്കാവേ ചേട്ടാ. പിറ്റേ ദിവസം അമ്മ പറഞ്ഞ, മോനെ ഒരു ചെറിയ മാറ്റം കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നീ ഇതുപോലെ കൊടുത്തോണം. 1 മാസം വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു. അമ്മ പിന്നെയും മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയ മേട? പഴയ അടിയുടെ ചൂട് അവൾ മറന്നെന്നാണ് തോന്നുന്നത്. ഇന്ന് നിൻ്റെ അവൾ ഒരു 10 അയല മേടിച്ചു. എനിക്കൊരു അയലയുടെ വാല്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അമ്മയ്ക്ക് ആയിരത്തിലെ കൂട്ടാനുള്ള ഭാഗ്യം പോലും ഇല്ലാതെ പോയല്ലോ. നിന്നെ പറ്റതും പട്ടി പറ്റതും ഒരുപോലെ. ഇന്നവിടെ അന്ത്യം. അമ്മ കേട്ടോളാൻ പറഞ്ഞു. അമ്മ സാരി ചരിച്ച് കുത്തി എലിക്ക് കൈ കൊടുത്ത് ചെവി കോർപ്പിച്ചു തന്നു. കിടക്കുന്ന മുറിയുടെ ആ വിരി ശരിക്കും ഒന്നുകൂടെ വലിച്ചിട്ടു. ഭാര്യയെ മുമ്പിൽ നിർത്തി. ഇവർക്ക് കാണാവുന്ന വിധത്തിൽ, അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ മുറിക്കകം അടിച്ചു വാരുന്ന പുല്ലിൻ്റെ ചുവലെടുത്തിട്ട് ഞാൻ മെത്തയ്ക്കിട്ട് കുത്തിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ അമ്മയ്ക്ക് അയല കൊടുക്കാവോടി കൊടുക്കാവോടി കൊടുക്കാവോടി. അവൾ പറഞ്ഞു, തല്ലല്ലേ ചേട്ടാ, കൊല്ലല്ലേ ചേട്ടാ, കൊടുക്കാവേ ചേട്ടാ. അമ്മ എന്നാ ഓർത്തു, കഴിഞ്ഞ പ്രാവശ്യത്തെ അടിയോ കാണാൻ പറ്റിയില്ല, ഇപ്രാവശ്യമെങ്കിലും ഇതെങ്ങനെയാണെന്ന് കാണാമെന്ന് കരുതി അമ്മ വാതിലിന് വിരിമാറ്റി നോക്കുമ്പോൾ ഇവൻ മെത്തയ്ക്കിട്ട് കുത്തുക. അമ്മയ്ക്ക് അയല കൊടുക്കാവടി കൊടുക്കാവടി കൊടുക്കാവടി. അമ്മ ബ്ലൗസും കയറി പറയാം, എന്തിനാടാ മെത്തയ്ക്കിട്ട് കുത്തടാ അമ്മയുടെ നെഞ്ചത്തെന്നും പറഞ്ഞ് അമ്മയൊരു വരവ്. എൻ്റെ അച്ഛ ഇടത്തുകാലിൽ അമ്മ, ഇടതുകാലിൽ ഭാര്യ. എപ്പോഴാ കീറുന്നതെന്ന് അറിയത്തില്ല, കീറിയാൽ കാണാൻ വന്നേക്കണം. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ. 7 സ്നേഹം. കുടുംബത്തെ സ്വർഗമാക്കുന്ന 7ാമത്തെ തൂണ് സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ വറുത്തതും പൊരിച്ചതും ഒരുതിതും കഴിക്കുന്നതല്ല, സ്നേഹം പ്രകടിപ്പിക്കണം. ഭർത്താവിൻ്റെ ബർത്ത്ഡേയിൽ ഒരു നല്ല പായസം ഉണ്ടാക്കുമ്പോൾ, ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനം. ഭാര്യയുടെ ബർത്ത്ഡേയിൽ ഒരു സാരി മേടിച്ച് കൊടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനം. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയിൽ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ, ഒരു തട്ടുകടയിൽ പോകുമ്പോൾ, ഐസ്ക്രീം കഴിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പ്രകടനം. അപ്പോൾ കുടുംബത്തിൽ ഈ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമുക്കിടയിലുണ്ടാകണം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ എനിക്കൊരു മോൻ, അവൻ 5 ഭാഷ അറിയാം, മലയാളം, നമ്മുടെ കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഊമനാ, വർത്തമാനം പറയുകയില്ല. എത്ര ഭാഷ അറിയാമെങ്കിലും ഊമനാണേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭാഷകൾ അറിയുക, ഭാഷ പറയാൻ പഠിക്കുക. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെയല്ല കെട്ടിയിരിക്കുന്നത്, അയാൾ കെട്ടിയത് 25 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു മാരുതിക്കാരനെയുമാണ്. മാസത്തിൽ
5 ദിവസം പോലും എൻ്റെ കൂടെ വന്ന് താമസിക്കത്തില്ല. ഞാൻ വെറുതെ ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. കെട്ടിയാൻ പറഞ്ഞു, പൊട്ടി അവൾക്ക് വല്ല വിവരമുണ്ടോ? എന്നാത്തിൻ്റെ കുറവാച്ചാൽ ഡെയിലി 5 ഷീറ്റ് അവിടെ പേര്, ഒരു മാരുതി കാറ്, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം, ഇതാണ് കുറവെന്ന് പറയുക. സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ വേണം. എന്നും പരസ്പരം ചീത്ത വിളിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പ്രത്യേകിച്ച് സ്നേഹം കാണിച്ചാൽ സംശയം തോന്നും. കള്ളുകുടിയനായ ഭർത്താവ് എന്നും വൈകിട്ട് 9 മണിയാകുമ്പം ഗേറ്റിൻ്റെ പുറത്ത് വന്ന് ഭാര്യയെ തെറിയോട് തെറി, ഇവൾ ഗേറ്റിനകത്ത് നിന്ന് ഡോസ് കൂടിയ തെറി തിരിച്ചു പിടിക്കും. ഒരു 1.5 വർഷക്കാലത്ത് അയൽക്കാർ കേട്ടു. അയൽവക്കത്തെ സ്ത്രീകൾ പറയടി, നീ പള്ളിയിൽ പോകുന്നവളും പ്രാർത്ഥിക്കുന്നവളുമല്ലേ, കെട്ടിയവനും പുറത്ത് വന്ന് തെറി വിളിക്കുമ്പോൾ നീ അകത്ത് നിന്ന് സ്വരം മാറ്റി സ്നേഹത്തോടെ സംസാരിക്കുക, അവനെ നേടാൻ പറ്റും. അവൾ സമ്മതിച്ചു. പിറ്റേ ദിവസം രാത്രി 8:30 ഗേറ്റിൻ്റെ പുറത്ത് വന്നവൻ തെറിയോട് തെറി. ഭാര്യ അകത്തുനിന്ന് ചെയ്യോ, ചേട്ടൻ അല്പം ഓവറല്ലേ, ചേട്ടൻ എത്ര ഓവറായാലും നല്ല ഗെറ്റപ്പും നല്ല സെറ്റപ്പും, ചേട്ടൻ പൂസായാൽ തന്നെ ഒരു നല്ല മണമാണ്. ഇപ്പം മണം അടിച്ചിൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുകയില്ല. ചേട്ടനെ കിട്ടിയത് മഹാഭാഗ്യം. ചേട്ടൻ പോയി കുളിച്ചിട്ട് വാ, ചക്കുകുരു മാങ്ങ ഒലത്തിയതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, മീൻ വറുത്തതുണ്ട്, കൂർക്ക തോരനുണ്ട്, കുളിച്ചേച്ച് വാ, കഴിച്ചേച്ച് കിടക്കാം. അവൻ പറഞ്ഞു, സോറി, വീട് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. അവളറിഞ്ഞാൽ തെറി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സ്നേഹം നിരന്തരമായി പ്രകടിപ്പിക്കേണ്ടതാണ്, പടിപടിയായി അനുഭവിക്കേണ്ട സ്നേഹം. പ്രിയപ്പെട്ടവളെ, ചിന്തകളെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. എന്തിനു വേണ്ടിയാണ് വിവാഹം എന്നൊരു ചോദ്യം. എന്തിനു വേണ്ടി വിവാഹം? പല പ്രായക്കാരൊരുമിച്ച് കൂടിയ സദസ്സിൽ ഈ ചോദ്യം ചോദിച്ചു, എന്തിനു വേണ്ടി വിവാഹം? ഒരു സീരിയൽ നടൻ പറഞ്ഞു, ഉല്ലാസങ്ങളുടെ കൊട്ടാരത്തിലെ സല്ലാപങ്ങളുടെ സംഗമമാണ് വിവാഹം. ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു, നിയമസാധുതയുള്ള ഉടമ്പടിയാണ് വിവാഹം. നിയമസാധുതയുള്ള ഉടമ്പടിയാണ് വിവാഹം. ഒരു ഡോക്ടർ പറഞ്ഞു, ചൂടിൽ ആരംഭിച്ച് തണുപ്പിൽ അവസാനിക്കുന്ന തലതിരിഞ്ഞ പനിയാണ് വിവാഹം. ഒരു കച്ചവടക്കാരൻ പറഞ്ഞു, എൻ്റെ അച്ചോ ഒത്താലൊത്തു പോയാൽ പോയി, ഊഹക്കച്ചവടമാണ് വിവാഹം. പക്ഷേ എട്ടിപ്പടിക്കുന്നൊരു കുട്ടി പറഞ്ഞു, വിവാഹം അതൊന്നുമല്ല, കടങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. ആരാടാ പറഞ്ഞത്? എൻ്റെ അമ്മ. അതെന്താ? എൻ്റെ അപ്പൻ അമ്മയെ കിട്ടുമ്പം ഭയങ്കര കടമായിരുന്നു, അമ്മയുടെ പൈസ കൊണ്ടാണ് അപ്പൻ കടങ്ങൾ മൊത്തം വീട്ടിയത്, കടങ്ങളുടെ മോചനത്തിന് വേണ്ടി വിവാഹം. എന്തിനാ വിവാഹം? ചില പറയും മക്കളുണ്ടാകാൻ. തെറ്റ്. വിവാഹത്തിൽ മക്കളുണ്ടാകുന്നതിന് വെറും താഴ്ന്ന സ്ഥാനം. 1-ാം സ്ഥാനം മക്കൾ ഉണ്ടാകുന്നതിനല്ല. മക്കളില്ലാത്ത എത്രയോ ദമ്പതിമാർ സന്തോഷത്തോടെ ജീവിക്കുന്നു. മക്കളുള്ള ചെല്ലെങ്കിലും പറയും, എൻ്റെ അച്ഛോ ഈ കുട്ടിയേക്കാൾ ഭേദം ഒരു പട്ടിയെ വളർത്തുകയായിരുന്നു, അങ്ങനെ പറയുന്നവരുമുണ്ട്. മക്കളുണ്ടാകും. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആദത്തിന് മക്കളുണ്ടാകാൻ ഹവ്വായെ കൊടുത്തു, ഹവ്വായ്ക്ക് മക്കളുണ്ടാകാൻ ആദത്തെ കൊടുത്തു. ഒരു വേദപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറയും, വിവാഹത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം സഖിത്വം. സഖിത്വം, ചേർന്ന ഇണ തക്കതായ തുണ. മക്കൾ അവരുടെ വഴിക്ക് പോകും, പക്ഷെ സഖിത്വം. ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ്. അതുകൊണ്ടാണ് മക്കൾ മരിച്ചാൽ സഹിച്ചു നിൽക്കുന്ന അപ്പനും അമ്മയുണ്ട്. പക്ഷേ ജീവിത പങ്കാളി മരിച്ചാൽ 6 മാസങ്ങൾക്കുള്ളിൽ ഭർത്താവ് രോഗിയാവും, 6 മാസത്തിനുള്ളിൽ ഭാര്യ രോഗിണിയാവും. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ച് 1 വർഷത്തിനുള്ളിൽ ഭാര്യയും മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സഹിത്വമാണ് വളരെ പ്രധാനപ്പെട്ടത്. മോൻ അപ്പനോട് വിളയുമ്പോൾ അമ്മ എന്നാ പറയും? ഡാഡാ, അപ്പനോടധികം കളിക്കേണ്ട, 1-ാം സ്ഥാനം അപ്പന്, അത് കഴിഞ്ഞ സ്ഥാനമേ ഉള്ളൂ മോന്. എഴുതി അമ്മയോട് വിളയേണ്ട, 1-ാം സ്ഥാനം ഭാര്യയ്ക്ക്, അത് കഴിഞ്ഞുള്ള സ്ഥാനമേ മക്കൾക്കുള്ളൂ. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, തലേ വർഷം കെട്ടിയവൻ മരിക്കണം, പിറ്റേ വർഷം ഭാര്യ മരിക്കണം. അതാണ് പ്രായത്തിൽ പുരുഷൻ 1 വയസ്സിന് മൂത്തത്. 2018 മെയ് മാസം 6-ാം തീയതി 11:30 കെട്ടിയവൻ മരിക്കണം. 2019 മെയ് മാസം 6-ാം തീയതി ഭാര്യ മരിക്കണം. പ്രായത്തിൽ മൂത്തത് ആദ്യം പുരുഷൻ പോകണം, പിന്നെ ഭാര്യ. ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ്. കാരണം ആണുങ്ങൾക്ക് സഹനശക്തി, പ്രാർത്ഥനയൊക്കെ കുറവാണ്. ഭാര്യ ഉള്ളപ്പം ചൊറിഞ്ഞ വർത്താനം പലതും പറയും, പക്ഷെ ഭാര്യ പോട്ട് വട്ട് പിടിച്ചതുപോലെ ആവും. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മ എന്നാ ഉണ്ടാക്കി കൊടുത്തില്ല അപ്പൻ കുറ്റം പറയും. കടുക് പൊട്ടിച്ച് കറി കൊടുത്ത പറയും, എന്നെ താടി ചെയ്ത് കരിവേപ്പില കമന്ന് കിടക്കുന്നു, സവോള മലന്ന് കിടക്കുന്നു, കടുക് തലയും കുത്തി നിൽക്കുന്നു.
അമ്മ മരിച്ച് 23 വർഷമായി. ജ്യേഷ്ഠൻ്റെ ഭാര്യ അപ്പനെ പൊന്നുപോലെയാണ് നോക്കുന്നു. എങ്കിലും അവധിക്കില്ലും പറയും, എൻ്റെ മോൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വായി വെച്ച് കൂടാന്നൊന്നും ഒത്തുകിട്ടുന്നില്ല. എല്ലാം ഒരു പുക പിടിച്ച ചൊവയാണ്. എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ അന്നമ്മയുടെ കറിയായിരുന്നു കറി. എന്നാ നല്ല രുചിയാണ്. എപ്പോഴാണ് പിടികിട്ടത്? മരിച്ച് 23 വർഷം കഴിയുമ്പോഴാണ് അന്നമ്മയുടെ കറിയുടെ മണം മൂക്കി തേട്ടി വരിക. ഉള്ളപ്പം പലതും പറയും, ഇല്ലെങ്കിൽ വട്ടുപിടിക്കും. ആണുങ്ങൾക്ക് സഹനശക്തിയോ സഹിക്കാൻ പറ്റുകയില്ല. ഭാര്യ മരിച്ചാൽ ഭ്രാന്ത് പിടിക്കും. പക്ഷേ പെണ്ണുങ്ങൾക്ക് ഭർത്താവ് മരിച്ചാലും പിടിച്ചു നിൽക്കാൻ പറ്റും. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാർത്ഥനയുണ്ട്, സഹനശക്തിയുണ്ട്, ക്ഷമാശീലമുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ സഹിച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാനും പറ്റും. അതുകൊണ്ട് ഓരോ സ്ത്രീയും അച്ഛൻ്റെ ഈ കൺവെൻഷൻ്റെ സമാപന പ്രസംഗം കൂടുന്ന ഇന്നു മുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അച്ഛൻ പഠിപ്പിക്കുകയാണ്. ഉറക്ക പ്രാർത്ഥിച്ചേക്കല്ല്, കെട്ടിയവൻ കേൾക്ക പ്രാർത്ഥിച്ചേക്കല്ല്. രാത്രി കിടക്കാൻ നേരത്ത് തുടയിൽ കരങ്ങൾ തുറന്നു വെച്ച് മൗനമായി പ്രാർത്ഥിക്കണം. ഭർത്താവ് ചോദിക്കരുത്, എടി ജോസഫ് അച്ഛൻ പഠിപ്പിച്ച മറ്റേ പ്രാർത്ഥനയാണോ ഇത് ചോദിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: ദൈവമായ കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഭർത്താവിൻ്റെ ശവവടക്ക് കാണാൻ എനിക്ക് ഭാഗ്യം തരണമേ. 5 സ്വർഗസ്വനായ പിതാവേ ചെല്ലണം. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ, ഇനി ഭർത്താവിനോട് പിണക്കമുള്ള ഭാര്യയാണോ, ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമേ, ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ കാലമാടൻ കുത്തിയിരുന്ന് അനുഭവിക്കാൻ ഇടയാകണമേ. അങ്ങനെയും പ്രാർത്ഥിക്കാം. സഹിത്വം, ദൈവം തന്ന സഹിത്വം. പ്രിയപ്പെട്ടവരെ, ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം തന്ന കുടുംബത്തിൽ താങ്ങായി നിൽക്കേണ്ട 5 തൂണുകളിലേക്ക് നമ്മൾ വരുന്നു. അതാണ് വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. കുടുംബത്തെ ബലപ്പെടുത്തുന്ന 5 തൂണുകളാണ്. വിജ്ഞാനം. എന്താ വിജ്ഞാനം? ഒരു ഭാര്യ ഭർത്താവിനെ അറിയണം. അവർക്ക് വിജ്ഞാനം വേണം. നല്ല കുടുംബലേഖനങ്ങൾ വായിക്കണം, കുടുംബ ധ്യാനങ്ങൾ കൂടണം, ടി വിയിലെ കുടുംബ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. വിജ്ഞാനം വേണം. ഭാര്യ, ഭർത്താവ്, സ്ത്രീകൾ ഓർക്കണം, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഇത് വിജ്ഞാനമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം. അവൻ്റെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടാക്കട, നെയ്യാഡാം, വെള്ളറട, ചെമ്പൂര്, ഇങ്ങനെ പൂവച്ചൽ, നെടുമങ്ങാട്, നേമം, ഒരു വലിയ ലോകത്തുകൂടി ഭർത്താവ് യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. ഷീറ്റ് വില കൂടുവോ കുറയുവോ, ചൈന ഇന്ത്യയെ ചൊറിയുവോ ഇല്ലയോ, ഇനി ഇന്ത്യയിൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ടോ, അന്താരാഷ്ട്ര കാര്യങ്ങൾ. അന്താരാഷ്ട്ര കാര്യങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര താരത്തിന് കഴുകാൻ വെള്ളം, തുടയ്ക്കാൻ തുണി, കുടിക്കാൻ ചായ, പതയ്ക്കാൻ സോപ്പ് ഒക്കെ ആയിട്ട് കാത്തു നിൽക്കുന്ന ഭാര്യ. ഭാര്യയുടെ ലോകം കൊച്ചു ലോകം, പെണ്ണുങ്ങളുടെ ലോകം കൊച്ചു ലോകം. അവിടെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര കാര്യമൊന്നുമില്ല. അവിടെ ചിന്ത തവിക്കണ ഒടിഞ്ഞു പോയല്ലോ, ടാപ്പിന് ലീക്കുണ്ടല്ലോ, ബെഡ്ഷീറ്റ് കീറിപ്പോയല്ലോ, കോഴിക്ക് പൊരുന്നയുണ്ടോ, പശുവിന് ചനയുണ്ടോ, പന്നി വേലി ചാടി പോയല്ലോ. കൊച്ചു കൊച്ചു കാര്യം. ഈ കൊച്ചു കാര്യമുള്ള ഭാര്യ ഇത് പറഞ്ഞു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക ഭർത്താവിനെ. ഭാര്യയുടെ കൊച്ചു കാര്യം ഭർത്താവിന് വലുതല്ല. അപ്പം ഭർത്താവിന് വലിയ ലോകത്ത് എൻ്റെ കാര്യം അത്ര വലുതുമല്ല. ഈ തിരിച്ചറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം. ചില ആണുങ്ങൾക്ക് ഭാര്യയോട് മിണ്ടാൻ പോലും സമയമില്ല. ചില കുടുംബനാഥന്മാർ പുറത്തു പോയി തിരിച്ച് വീട്ടിൽ വരുന്നത് ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിച്ചുകൊണ്ടാണ്. വലുതിൽ BSNL ഫോൺ, എഴുതി റിലയൻസ് ഫോൺ. ആഹാ, ഓഹോ, ആഹാ. നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജി വെച്ചിട്ട് പോകും. എന്തോ ഒരു തിരക്കാ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് സാറ് ചോദിച്ചു, മക്കളെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ദൈവം വസിക്കുന്ന എവിടാ? ഒരുത്തൻ പറഞ്ഞു കുരിശിൽ, ഒരുത്തൻ പറഞ്ഞു ബൈബിളിൽ, ഒരുത്തൻ പറഞ്ഞു പ്രാർത്ഥനാമുറിയിൽ. ഒരു കുട്ടി പറഞ്ഞു എവിടെയെങ്ങുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് ബാത്റൂമിൻ്റെ അകത്താണ്. ബാത്റൂമിലെ ദൈവം അതെന്നാടാ? എന്നും രാവിലെ 6 മണിക്ക് പപ്പ ബ്രഷും പേസ്റ്റും ടംഗ്ലിനറും മൊബൈൽ ഫോണുമായിട്ട് ബാത്റൂമിൽ കയറും. മമ്മി 6:30 ആകുമ്പം ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ. സംസാരമില്ലാത്ത കുടുംബം. ഇപ്പം ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കുക, ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കുക. ആണുങ്ങൾ സംസാരം കുറവാണ്, പെണ്ണുങ്ങൾ കൂടുതൽ സംസാരിക്കും. അത് ആണുങ്ങൾ മനസ്സിലാക്കണം. ഭർത്താവിന് സംസാരം കുറവാണെന്ന് പറഞ്ഞ് ഭാര്യ പിണങ്ങരുത്. ഭാര്യ വർത്തമാനം പറഞ്ഞില്ലേ ഭർത്താവ് അകാലത്തിൽ വൃദ്ധനായിട്ട് മാറും. സംസാരം വേണം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ, എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പോൾ ഒരു തൊഴി കൊടുക്കാനാണ് തോന്നുന്നു. അതെന്നാടി? ആദ്യ രാത്രിയിൽ
പുതപ്പിന് കീഴെ ചൂട് പഠിച്ച് കെട്ടിപ്പിടിച്ച് ഒരുമി കിടക്കാമെന്ന് ഓർത്തപ്പം ഇത് ഞാൻ ചാടി എന്നിട്ട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടിയെന്ന്. ഇതെന്നാ വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ അതിനകത്ത് അങ്ങനെ ചോദിച്ചത്, എൻ്റെ അച്ഛൻ വിവാഹത്തിന് ഒരുക്കിയ അച്ഛൻ പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം. ഒരു പുതുജീവിതം ആരംഭിക്കുകയല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഷയം എടുത്തിട്ടത് ഇത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഓർത്തിരുന്നില്ല. അപ്പോൾ കുടുംബത്തിൽ വിജ്ഞാനം അറിയുക. 2, വിശുദ്ധി. എന്താ വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവം ആരെ തന്നോ തന്ന ആളെ കൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് വിശുദ്ധി. മറ്റൊന്ന് ഓർക്കാതിരിക്കുക, തന്ന ആളെ കൊണ്ട് തൃപ്തിപ്പെടുക, അതിന് വിളിക്കുന്ന വാക്ക് വിശുദ്ധി. 3, വിവേകം. എന്താ വിവേകം? വിവേകമില്ലാത്ത വാക്ക് പറയരുത്. ഭാര്യയെ മുറിപ്പെടുത്തുന്ന വാക്ക് ഭർത്താവ് പറയല്ലേ, ഭർത്താവിനെ മുറിപ്പെടുത്തുന്ന വാക്ക് ഭാര്യയും പറയല്ലേ. ഭർത്താവ് ഒരു നീല പാൻസ് ഇട്ടു, ചുമന്ന ഷർട്ട് ഇട്ടു, ഒരു മഞ്ഞ തോർത്തും കഴുതിയിലിട്ടു. ഭാര്യയുടെ മുമ്പിൽ വന്നു, എങ്ങനെയുണ്ടടി എന്നെ കണ്ടാൽ? പ്രതീക്ഷ മറുപടി, ചേട്ടനെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും. അവൾ എടുത്തടിച്ചതുപോലെ, കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെയുള്ളല്ലോ. അവൻ അരിശം വന്നു, സത്യവാടി അത് തന്നെ പറയണം. കഴിഞ്ഞ 26 വർഷമായിട്ട് നിന്നെപ്പോലെ ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ തന്നെ വേണമെന്ന് പറയാൻ. ഭർത്താവും ഭാര്യയും കൂടെ പിണങ്ങിയിരുന്നു. ഞായറാഴ്ച രാവിലെ ഭാര്യ ഒരുങ്ങി പള്ളിയിൽ പോകുന്നു. ഭർത്താവ് ഇണങ്ങാൻ വേണ്ടി ചോദിച്ചു, നീ പള്ളിയിൽ പോവാണോടി? അല്ല, നരകത്തിൽ പോവാം. താൻ കൂട്ടത്തിൽ പോരുന്നു. അവൻ അരിശം, നെല്ലടി, എനിക്ക് നല്ല തിരക്കാ, അവിടെ ചെല്ലുമ്പം നിൻ്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി. ഇങ്ങനെ ആ ബന്ധങ്ങൾ മുറിയുക. വിവേകമില്ലാത്ത വാക്കുകൾ പറയരുത്. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം. സ്ത്രീ കൂടുതൽ വിധേയത്വം കാണിക്കണം. കാരണം വിധേയത്വം കാണിക്കാനുള്ള മാനസിക അവസ്ഥ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്കാണ്. പെണ്ണിനേക്കാൾ താഴെയായിട്ട് ആണ് വിധേയത്വം കാണിച്ചാൽ നിങ്ങളുടെ മക്കൾ ധിക്കാരികളാവും. അവർ നിങ്ങളുടെ തോളെ കയറി നിരങ്ങും. കുടുംബത്തിൽ ഒരപ്പനെ പാടുള്ളൂ. കേരളത്തിന് ഒരു മുഖ്യമന്ത്രി മതി. കുടുംബത്തിൽ ഒരപ്പൻ, മറ്റേയാൾ തീർച്ചയായിട്ടും അമ്മയായിരിക്കണം. ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പേടി. ഒരുത്തന് ഭാര്യയെ പേടിയാണ്. അവൻ്റെ മനഃശാസ്ത്രങ്ങൾ പറഞ്ഞിക്ക് ഭാര്യയെ പേടി. മനഃശാസ്ത്രം പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, അഭിനയിക്കാൻ പഠിക്കണം. വൈകിട്ട് 5:30 കുടിച്ചു പൂസായതുപോലെ തലക്കെട്ടും കെട്ടി മുണ്ടും മടക്കി കുത്തി വീണ്ടും മുറ്റത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയണം, പുല്ലാണേ പുല്ലാണേ, ഭാര്യ എനിക്ക് പുല്ലാണേ. ആ മുണ്ടും മടക്കി കുത്തി തലക്കെട്ടും കെട്ടി വീണ്ടും മുറ്റത്തിൽ വന്നു, പുല്ലാണേ പുല്ലാണേ. 2 പ്രാവശ്യം പറയുമ്പോൾ ഭാര്യ ചെരവയും ചൂലുമായിട്ട് വരാന്തേ വന്നു. എന്നാടോ താൻ പറയുന്നത്? അവൻ്റെ സകല ശക്തിയും ചോർന്നുപോയി. അവൻ പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ, ഈ മുറ്റം നിറയെ പുല്ലാണേ എന്നും പറഞ്ഞ് കുത്തിയിരുന്ന് പറിക്കാൻ തുടങ്ങി. ആ കുടുംബത്തിൽ മക്കൾ നിങ്ങളെ ഭരിക്കും. അവസാന വാക്ക് അപ്പൻ്റേതായിരിക്കണം. 500 ഭർത്താക്കന്മാരുടെ സമ്മേളനം. മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഭാര്യമാർ പറയുന്നതോ അതുപോലെ കേൾക്കുന്ന ആണുങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. 499 പേര് ഓടി മുമ്പോട്ട് വന്നു. ഒരുത്തൻ കാലുമേ കാലും കയറി വെച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇത്രയും പേര് ഭാര്യമാർ വരുന്നത് അതുപോലെ കേൾക്കും, താൻ വന്നില്ലല്ലോ, തൻ്റെ പോളിസി ഇവരെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക. അയാൾ പറഞ്ഞു, സാറേ പ്രത്യേക പോളിസിയൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോരാൻ നേരത്തും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പല അവന്മാരും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നൊക്കെ പറയും, അനങ്ങി പോയേക്കല് കസേരയിൽ തന്നെ ഇരുന്നോണമെന്നാണ് പറഞ്ഞത്. അതാ ഞാൻ വരാതെ ഇവിടെ തന്നെ ഇരുന്നത്. അപ്പം വിധേയത്വം കുടുംബത്തിൽ കാണിക്കുക. കുടുംബത്തിൽ അവസാനമായി 5 വീണ്ടെടുപ്പ്. 1 കൊരിന്ത്യർ 7:14. പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, വീണ്ടെടുപ്പ്. ഭർത്താവിൻ്റെ കുറവ് പരിഹരിച്ച് അവനെ ഭാര്യ വീണ്ടെടുക്കണം. ഭാര്യയുടെ കുറവ് പരിഹരിച്ച് ഭർത്താവിനെ ഭാര്യ വീണ്ടെടുക്കണം. ആണുങ്ങൾക്ക് പ്രാർത്ഥന കുറവാണെങ്കിൽ പെണ്ണുങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച് ആ കുറവ് പരിഹരിക്കണം. ആണുങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതൽ, പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ്. അതുകൊണ്ട് പാറ പൊട്ടിക്കുക, മരത്തെ കയറുക, വലിയ ചുമടെടുക്കുക, കടുപ്പമുള്ള പണി ആണുങ്ങൾക്ക് അകച്ചിരിക്കുക. ആണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പലോ പിടിച്ച പോലെ പറപറ പാറപ്പുറം പോലെ നല്ല കട്ടി. പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ മോഡേൺ ബ്രെഡിലോ ബണ്ണയിലോ പിടിച്ച പോലെ നല്ല മയം. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അപ്പനെടുത്തോ കുഞ്ഞ് വല്ലാതെ കരയും. മയിൽക്കുറ്റിയെ മുട്ടിയ പോലെ, സർവ്വക്കല്ലെ തട്ടിയ പോലെ വല്ലാത്ത കട്ടി. അമ്മ എടുക്കുമ്പോഴേ കരച്ചിൽ നിർത്തും. ഡ്യൂറോഫ്ലക്സ് ഡള്ളമെത്തിക്കിട്ട് മുട്ടിയ പോലെ ഒരു നല്ല മയം. ഇനി സഹനശക്തി. ആണുങ്ങൾക്ക് കുറവ്, പെണ്ണുങ്ങൾക്ക് കൂടുതൽ. ആണുങ്ങൾക്ക് തലവേദന വന്നു, സുനാമി. വൈദ്യവേദന വന്നു, ലോകമഹായുദ്ധം.
നെഞ്ചുവേദന വന്നോ ഭൂമി കുലുക്കും, ഭാര്യയും മകളും അവനെ തന്നെ നോക്കിക്കണം. പക്ഷെ നല്ല അമ്മച്ചിമാർ തലച്ചോറിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു തലവേദന മാറുമെന്ന്. കുടൽ പഴുത്ത് പൊട്ടുക, മല്ലിക്കാപ്പ് കുടിച്ച് അറിയാൻ പറ്റില്ല, മൂളൽ മാറുമ്പോൾ സഹിക്കും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്കില്ലേ ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ എൻ്റെ മോനെ പ്രസവിച്ചപ്പോൾ എന്തൊരു നൊമ്പരമായിരുന്നു, ഇനി പരിപാടിക്കില്ല ഞാൻ തീരുമാനിച്ചു. പക്ഷെ ദൈവത്തോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു, ഇനിയൊരു കുഞ്ഞ് വേണ്ടാന്നുള്ള എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ? അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് എൻ്റെ അച്ഛോ ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. സഹനശക്തി സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. ഇപ്പം ദൈവം ചേർത്ത് വെച്ച ജീവിതം ഭൂമിയിൽ ഒരു സ്വർഗമാക്കി പണിയുവാൻ, നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, നല്ല പിതാവായി, നല്ല മാതാവായി, സഭയുടെ നല്ല മക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. അതിന് 2018 കാട്ടാക്കട ഐക്യ കൺവെൻഷൻ നമുക്കെല്ലാവർക്കും